ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഹിറ്റായ പല സിനിമകളും താരങ്ങളും ഒരു പക്ഷേ അറിയപ്പെടാതെ തന്നെ പോയേനെ. ശരിയല്ലേ? അന്യഭാഷയിലെ വ്യക്തികളെ ജനപ്രിയ താരങ്ങളാക്കുന്നതിലും സ്ക്രീനിലെ ഒരു ക്യാരക്ടറിന് ജീവൻ നൽകാൻ അഭിനയത്തോടൊപ്പം തന്നെ അതിൻ്റെ അന്യായമായിട്ടുള്ളൊരു വോയിസും സ്യൂട്ടായിട്ട് തന്നെ ചേരണം. അത്തരത്തിൽ മലയാള സിനിമയിൽ തരംഗം തീർത്ത ഒരുപക്ഷെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിധം മലയാള സിനിമയുടെ ഭാഗമായിട്ടുള്ള ചില വനിതാ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെ കൂടെ നമുക്കൊന്നൊന്ന് പരിചയപ്പെടാം. ആനന്ദവല്ലി. ചലച്ചിത്ര രംഗത്തെ സജീവ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളിൽ ഒരാളായിരുന്നു ആനന്ദവല്ലി. 1974 ദേവി കന്യാകുമാരി എന്ന സിനിമയിലൂടെ നടി രാജശ്രീക്ക് ശബ്ദം നൽകിയാണ് ഡബ്ബിംഗ് രംഗത്തേക്ക് ഇവർ കടന്നു വന്നത്. മഴത്തുള്ളി കിളിക്കും എന്ന സിനിമയ്ക്ക് വേണ്ടി നടി ശാരദ അവർക്ക് വേണ്ടിയാണ് ഇവർ അവസാനമായി ഡബ്ബ് ചെയ്തത്. ഭാഗ്യലക്ഷ്മി. മലയാള ചലച്ചിത്ര രംഗത്തെ പ്രധാനപ്പെട്ട ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് ഭാഗ്യലക്ഷ്മി. 400-ലേറെ മലയാള സിനിമകളിലായി നിരവധി സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവരാണിവർ. കേരള സംസ്ഥാന സർക്കാരിൻ്റെതുൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും ഇവർ നേടിയിട്ടുണ്ട്. എൻ്റെ സൂര്യപുത്രിക്ക്, ഉള്ളടക്കം, ബലി എന്നീ ചലച്ചിത്രങ്ങൾക്ക് 1991-ലും, ഓർമ്മകൾ ഉണ്ടായിരിക്കണം, കുസൃതിക്കാറ്റ് എന്നീ ചലച്ചിത്രങ്ങൾക്ക് 1995-ലും, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ചിത്രത്തിന് 2002-ലും മികച്ച ഡബ്ബിംഗ് കലാകാരിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ഭാഗ്യലക്ഷ്മി നേടിയിട്ടുണ്ട്. ശോഭന, രേവതി, ഉർവശി, സൗന്ദര്യ, തബു, ജ്യോതിക തുടങ്ങി ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ നിന്നും മലയാളം ഇൻഡസ്ട്രികളിൽ നിന്നുമുള്ള നിരവധി നടിമാർക്ക് വേണ്ടി ഇവർ ശബ്ദം നൽകിയിട്ടുണ്ട്. ശ്രീജ രവി. 2000-ലധികം സിനിമകൾക്ക് തന്റെ ഡബ്ബിങ്ങിലൂടെ ശബ്ദം നൽകുകയും നിരവധി വാണിജ്യ പരസ്യങ്ങൾക്ക് ശബ്ദം നൽകുകയും ചെയ്തിട്ടുള്ള ഒരു ഇന്ത്യൻ വോയിസ് ആർട്ടിസ്റ്റാണ് ശ്രീജ രവി. 1975-ൽ ജി അരവിന്ദൻ സംവിധാനം ചെയ്ത ഉത്തരായനം എന്ന ചിത്രത്തിന് വേണ്ടിയാണ് ഇവർ ആദ്യമായി ഡബ്ബിംഗ് തുടങ്ങിയത്. കാവ്യ മാധവൻ, ദിവ്യ ഉണ്ണി, ശാലിനി, ഗോപിക, ദേവയാനി, സുനിത, ചാർമിള, നയൻതാര, റോമ തുടങ്ങിയ നടിമാർക്കാണ് ഇവർ കൂടുതലും ഡബ്ബ് ചെയ്തിട്ടുള്ളത്. ദേവി എസ്. ദൂരദർശനിലെ ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന സീരിയലിൽ അഭിനയിച്ച കുഞ്ഞിപ്പെങ്ങൾ എന്ന പ്രധാന കഥാപാത്രത്തിലൂടെയാണ് ഇവർ ജനപ്രിയയായത്. 500ഓളം സിനിമകൾക്ക് ഡബ്ബ് ചെയ്യുകയും 25-ലധികം സിനിമകൾ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. രവീണ രവി. ശ്രീജ രവിയുടെ മകൾ രവീണ രവി ഇപ്പോൾ മലയാളം, തമിഴ് ഇൻഡസ്ട്രികളിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പേരാണ്. രാജീവ് മേനോൻ സംവിധാനം ചെയ്ത നിരവധി ടെലിവിഷൻ പരസ്യങ്ങൾ തമിഴ്, മലയാളം, തെലുങ്ക് ഭാഷകളിൽ അവർ ഡബ്ബ് ചെയ്തിട്ടുണ്ട്. സാട്ടെ എന്ന ചിത്രത്തിലൂടെ ഒരു വോയിസ് ആർട്ടിസ്റ്റായും ഒരു കിടായിൽ കരുണയും മനു എന്ന ചിത്രത്തിലൂടെ ഒരു നടിയായും ഇവർ അരങ്ങേറ്റം കുറിച്ചു. അമല പോൾ, സമന്ത, കാജൽ അഗർവാൾ, എമി ജാക്സൺ, യാമി ഗൗതം എന്നിവർക്കെല്ലാം ശബ്ദം നൽകിയത് രവീണയായിരുന്നു.